നിങ്ങളുടെ കുട്ടികൾക്ക് എപ്പോഴും രാത്രി ആവുമ്പോൾ കാല് വേദന എടുക്കുന്നു എന്ന് പറയാറുണ്ടോ? ഇത് നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഒരു പെയിൻ ആയിരുന്നു. ഇറ്റ് ഈസ് എ വെരി നോർമൽ പെയിൻ. അതുപോലെ തന്നെ ഗ്രോയിങ് പെയിൻ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഇത് ബിനൈൻ ആയിട്ടുള്ള റെക്കറന്റ് ആയിട്ടുള്ള കാലുവേദനയാണ്. അത് യൂഷ്വലി രാത്രിയിലാണ് കുട്ടികൾ പറയാറുള്ളത്. അതുപോലെ തന്നെ ബോത്ത് ലെഗ്സിലും ഉണ്ടാവും. 3 വയസ്സ് തൊട്ട് 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കാണപ്പെടാറ്. കാഫ് മസിൽസിന്റെ അവിടെ, അതുപോലെ തന്നെ തൈ ഏരിയ, പിന്നെ മുട്ടിന് പിൻവശത്തൊക്കെയാണ് ഇത് അവർ പറയാറ്. അതുപോലെ തന്നെ ഈ ഗ്രോയിങ് പെയിനിൽ സ്വെല്ലിങ്ങോ റെഡ്നെസ്സോ അതുപോലെ ഉടന്തി നടക്കോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് നോർമൽ പെയിൻ. രാത്രി മാത്രം ഉണ്ടാവും. അത് ഉറങ്ങി എണീക്കുമ്പോഴത്തേനും കുട്ടികൾക്ക് പോകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ള ബോൺ ഗ്രോത്ത് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഇത് നൈറ്റിൽ ഉണ്ടാവുന്നത്? നൈറ്റ് ടൈം ആണ് കുട്ടികളുടെ ഗ്രോത്തും റാപ്പിഡ് ഹീലിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ടൈം ആണ് അവരുടെ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. രാത്രി സമയത്ത് അവർക്ക് അധികം ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ല. സോ അവർ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് രാത്രി സമയത്ത് ഇത് കൂടുതലായിട്ട് കുട്ടികൾ പറയുന്നത്. ഒരു കാലിൽ മാത്രമായിട്ട് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രീഷ്യനെ കാണണം. അല്ലാതെ ഈ നോർമൽ ഗ്രോയിങ് പെയിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ജെന്റിലായിട്ടുള്ളൊരു മസാജ് കൊടുക്കാം, ചെറിയ ഹീറ്റ് കംപ്രഷൻ കൊടുക്കാം, അതുപോലെ തന്നെ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ കൊടുത്തതിന് ഒരു പരിധിവരെ നമുക്കിത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഗ്രോയിങ് പെയിൻ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇതൊരു ഏജ് കഴിയുമ്പോൾ താനേ ഇത് മാറുന്നതായിരിക്കും.